അങ്കമാലി എരുമേലി ശബരി റെയിൽപാത നിർമ്മാണ നടപടികൾ വേഗത്തിലാക്കി സർക്കാർ. റെയിൽവേ ബോർഡ് സംഘം ഈ മാസം അവസാനമോ ജൂലൈ ആദ്യമോ കേരളത്തിലെത്തും. കേരളത്തിലെത്തുന്ന സംഘം മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തും. സ്ഥലമെടുപ്പ്, സർവേ നടപടികളടക്കം നിരവധി കടമ്പകളാണ് പദ്ധതിയുമായി ബന്ധപ്പെട്ട് മുന്നിലുള്ളത്. അങ്കമാലി എരുമേലി ശബരി റെയിൽ പദ്ധതിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ വേഗത്തിൽ ആരംഭിക്കാനുള്ള നീക്കങ്ങളാണ് നടക്കുന്നത്. പദ്ധതിയുടെ നിർമ്മാണ പരിശോധനകളുടെ ഭാഗമായി റെയിൽവേ ബോർഡ് സംഘം ഈ മാസം അവസാനമോ അടുത്ത മാസം ആദ്യമോ കേരളത്തിലെത്തും. സംഘം മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തും. പദ്ധതി ചെലവ് സംബന്ധിച്ച തീരുമാനങ്ങൾ കേന്ദ്ര സംഘത്തിന്റെ സന്ദർശനവേളയിൽ ഉണ്ടാവുമെന്നാണ് പ്രതീക്ഷ. പദ്ധതി ചെലവുമായി ബന്ധപ്പെട്ട തർക്കം ഇപ്പോഴും പ്രതിസന്ധിയായി തുടരുകയാണ്. പിഴക് മുതൽ എരുമേലി വരെ അലൈൻമെന്റ് നിശ്ചയിക്കുന്നതിനുള്ള നടപടികൾ അതിവേഗം തുടങ്ങും. ഈ മേഖലയിൽ സ്ഥലം തിരിച്ച് സർവേക്കല്ല് സ്ഥാപിച്ചിട്ടില്ല. ലൈനിന്റെ അലൈൻമെന്റോ ഭൂതല സർവേയോ നടന്നിട്ടുമില്ല. പദ്ധതിക്കായി ഏറ്റെടുക്കേണ്ടി വരിക 303 ഹെക്ടർ ഭൂമിയാണ്. 111 കിലോമീറ്റർ പാതയിൽ അങ്കമാലി മുതൽ കാലടി വരെ 7 കിലോമീറ്റർ പാതയും കാലടി സ്റ്റേഷനും നിർമ്മിച്ചിട്ടുണ്ട്. കാലടി മുതൽ കോട്ടയം ജില്ലയിലെ രാമപുരം പിഴക് വരെ 70 കിലോമീറ്റർ സ്ഥലത്താണ് പദ്ധതിക്കായി സ്ഥലം അളന്നു കല്ലിട്ടത്. പിഴക് മുതൽ എരുമേലി വരെ അലൈൻമെന്റ് നിശ്ചയിച്ച് സ്ഥലമെടുപ്പിന്റെ വിശദാംശങ്ങൾ തീരുമാനിക്കണം. സ്റ്റേഷനുകൾ തീരുമാനിച്ചിട്ടുണ്ടെങ്കിലും അവ നിർമ്മിക്കുന്ന കൃത്യമായ സ്ഥലങ്ങൾ നിശ്ചയിച്ചിട്ടില്ല. സ്ഥലമെടുപ്പ് വേഗത്തിലാക്കാൻ പൂട്ടിപ്പോയ എല്ലാ ഓഫീസുകളും വീണ്ടും തുറക്കാൻ കഴിഞ്ഞ ദിവസം സംസ്ഥാന റെയിൽവേ ചുമതലയുള്ള മന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം തീരുമാനിച്ചിരുന്നു. വേണ്ടത്ര ജീവനക്കാരെയും ഓഫീസുകളിൽ ഉടൻ നിയോഗിക്കും. എന്നാൽ റവന്യൂ സർവേ ഉദ്യോഗസ്ഥരുടെ കുറവ് വെല്ലുവിളിയാണ്. ന്യൂസ് മലയാളം, കോട്ടയം.